മനസ്സിലാവും. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി പോരാടുന്ന ഓർത്താ പിന്നെ എന്തിനാ എനിക്ക് ദുഃഖം? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മുഖമൊന്നും തെളിയുന്നില്ലല്ലോ. എനിക്ക് എങ്ങനെ സങ്കടത്തോടെ കാണാൻ പറ്റില്ല. എന്തോ പോലെ തോന്നുക. അതിനിപ്പോ എന്താ വേണ്ടേ? ഞാൻ ചിരിക്കണോ? അങ്ങനെ കരുതിക്കൂട്ടി ചിരിക്കൊന്നും വേണ്ട. ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി. എന്നാ ഒരു കാര്യം ചെയ്യ്, എന്നെ ഒന്ന് സന്തോഷിപ്പിക്ക. സന്തോഷിപ്പിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? നമുക്ക് അടുക്കളയപ്പോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിച്ചാലോ? അതൊന്നും എനിക്ക് വേണ്ട. പിന്നെന്താ, എനിക്കിത്തിരി സന്തോഷം വേണമെന്ന് തോന്നുമ്പോ ഞാനൊന്നെങ്കിൽ അച്ഛനെ അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ ഫിദാ മാഡത്തിനെ വിളിക്കും. അങ്ങനെ ചെയ്താലോ? ഇനി അവരെ വിളിച്ചുണർത്തണ്ട. ഒരു കാര്യം ചെയ്യ്, ഒരു പാട്ടങ്ങ് പാടിക്കോ. പാട്ടോ? പിന്നെ പാട്ടുകാരോട് പാട്ടല്ലാതെ തെങ്ങി കയറി തേങ്ങ ഇടാൻ പറയാൻ പറ്റുമോ? രാത്രി എല്ലാരും കേൾക്കും. ആർക്കും കേൾക്കാൻ പറ്റാത്ത വൃത്തിയായിട്ട പാട്ടൊന്നും താൻ പാടില്ലെന്ന് എനിക്കറിയാം. അല്ല, കേട്ടാ തന്നെ എന്താ കുഴപ്പം? ഒരു കാര്യം ചെയ്, ഇപ്പൊ കിടന്നുറങ്ങ. നാളെ രാവിലെ ഞാൻ പാടിത്തന്നാ മതിയല്ലോ. അപ്പൊ നാളെ രാവിലെ വരെ എന്റെ മുഖം ഇങ്ങനെ ഇരിക്കണം, അതിന് കുഴപ്പമുണ്ടോ? അത് ശരിയാവില്ല, മുഖം മാറണം. എന്നാ പിന്നെ പാട്, ഞാൻ കേട്ടോണ്ട് കിടന്നോളാം. ദൈവമേ, എന്റെ കുഞ്ഞുമോനെ ഒന്ന് ഉറക്കാൻ ഏതാ ഇപ്പൊ ഒരു താരാട്ട് പാടുക? എനിക്ക് വേണ്ടി എന്തോ ഒരു അപമാനം സഹിക്കുന്നു, എത്രമാത്രം കഷ്ടപ്പെടുന്നു. ഇതൊന്നും ആവശ്യമില്ലാത്ത ആളാ. എന്നിട്ടോ എല്ലാം ചെയ്യുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. എന്റെ കൃഷ്ണ, ഇങ്ങനെയുള്ള ഒരാളെ എനിക്ക് തന്നതിന് ഈ ജന്മം മുഴുവൻ എനിക്ക് കടപ്പാടുണ്ട് കേട്ടോ. എനിക്ക് വേറെ ഒന്നും വേണ്ട. വരനെ കാത്തു രക്ഷിക്കണം, ഒരു ദോഷവും പറ്റാതെ നോക്കണം. അവൻ എന്നെ വിളിക്കാറില്ല, ഞാൻ അവനെയും വിളിക്കാറില്ല. ഇന്നലെ അവൻ വരുണിനെ നാട്ടുകാരുടെ മുമ്പിൽ വച്ച് അപമാനിച്ചു. നാട്ടുകാരെ കൊണ്ട് വരുണിനെ തല്ലിക്കാനും ശ്രമിച്ചു. ഉർവശി, പലതവണ കുടുംബത്തിൽ നിന്ന് പുറത്തായ ഉർവശി തിരിച്ചെങ്ങനെയാ കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ. ചന്ദ്രശേഖരൻ ജയിലിലായിട്ടും പൊറുക്കാൻ പറ്റാത്ത കുറ്റം ഗൗതം ചെയ്തിട്ടും നീ ഈ കുടുംബത്തിനെ ദ്രോഹിക്കില്ല എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചവരാ ഞങ്ങള്. ഓർമ്മയുണ്ടോ നിനക്കത്? ഉണ്ട്. നിങ്ങളുടെ മകന് കൊടുക്കാനുള്ള മറുപടി ഇന്നലെ നാട്ടുകാരുടെ മുൻപിൽ വെച്ച് തന്നെ കൊടുത്തിരുന്നു. പക്ഷെ ഇനി ഒരിക്കൽ കൂടി വരുണിന്റെ നാണം കെടുത്താൻ അയാൾ എങ്ങനെയെങ്കിലും മുമ്പിൽ വന്ന് നിന്ന അത് പ്രശ്നമാവും ചെറിയമ്മേ. അവിടെ പിന്നെ ബന്ധമൊന്നും നോട്ടം ഉണ്ടാവില്ല. ഇത്രയും ദിവസം ഞങ്ങളുടെയൊക്കെ അസ്വസ്ഥത കാണാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. പ്രിയങ്ക. അവിടെ ഇപ്പൊ എവിടെയില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അവളും അവളുടെ മുത്തശ്ശിയും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ചെയ്ത സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ചെറിയമ്മയോട് മാത്രമല്ല, ഏട്ടത്തോടും കൂടി പറയുന്നേ. വരുൺ, എന്നെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ഞാനിപ്പോ ആരെയും വിളിക്കാറുമില്ല, ആരോട് സംസാരിക്കാറുമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മതി. ഉർവശിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടും തിരിച്ച് എനിക്കിവിടെ അഭയം തന്നത് ഞാൻ മറക്കില്ല. ഗൗതമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല. അവനെ ഞാൻ മറന്നോളാം. എനിക്ക് ഈ കുടുംബത്തിൽ കഴിയണം. എനിക്ക് തെണ്ടി നടക്കാൻ വയ്യ. ആ ഓർമ്മയുണ്ടായാ നിനക്ക് നല്ലതാ. എപ്പോഴെങ്കിലും ഗൗതം നിന്നെ വിളിക്കുകയാണെങ്കിൽ ഒരു തവണ ഫോൺ എടുത്തൊന്ന് പറഞ്ഞേക്കണം. അവനിപ്പോ കണിമംഗലത്തേതല്ല, കണിമംഗലത്ത് വേറെ ആമ്പിള്ളേരുണ്ടെന്ന്. പൊയ്ക്കോ. ഇതോടെ അവർക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്നാണ് മുത്തശ്ശി കരുതിയിരിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലടാ.
പക്ഷെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമെന്ന് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തിയതാ. അത് നന്നായി മുത്തശ്ശി. അടിക്കടി തോറ്റു പോകുന്നോണ്ട് പെട്ടെന്നൊന്നും തലപൊക്കാൻ സാധ്യതയില്ല രണ്ടെണ്ണോ. ആ വരുണേ, അവനെ എന്തായാലും ഒന്ന് കാണണം, ആ ഗൗതമിനെ. ഹലോ അമ്മേ. നീയും വരുണും തമ്മിലുള്ള വിഷയത്തെ ചൊല്ലി ഇപ്പോ ഇവിടെ എല്ലാവരും കൂടി എന്നെ വിചാരണ ചെയ്തതേ ഉള്ളൂ. അല്ല, പ്രിയങ്കയും മുത്തശ്ശിയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാനും CI സാറും ഒന്ന് ശ്രമിച്ചതാ. പക്ഷേ അത് പരാജയപ്പെട്ടുപോയി. അവരിവിടുന്ന് ഇറങ്ങിയതാ കുഴപ്പമായത്. അതോടുകൂടിയാ എല്ലാത്തിനും നാവ് പൊന്തിയത്. അതിനു മുമ്പ് വരെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുകയായിരുന്നു. എടാ, അവരെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ പറ്റുമോ നിനക്ക്? ആ CI കൊണ്ടൊന്നും നടക്കില്ലേ? അമ്മയ്ക്ക് അവരവിടെ തിരിച്ചെത്തിയാ പോരെ? അവര് തിരിച്ചെത്തും. അത് ഇതിനു മുമ്പ് വന്നതുപോലെയല്ല, കൃത്യമായ അധികാരത്തോടെ. അതിന്ന് തന്നെ സംഭവിക്കും. സത്യമാണോടാ മോനെ നീ പറയുന്നേ? പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും അവിടെ വന്ന് കയറിയതിനു ശേഷം അമ്മ എന്നൊന്ന് വിളിക്കും. ഇത്തവണെങ്കിലും ഗൗതം തോറ്റില്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. അമ്മ ഫോൺ വെച്ചോ.